അഭിഷേക പൂന്തിരയായി അനുതാപ പൂങ്കതിരായി അലിവിന്റെ തേന്മഴയായി ഒഴിയുകയായി സന്ധ്യാവചനങ്ങൾ സന്ധ്യാകിരണങ്ങൾ സന്ധ്യാവചനങ്ങൾ സന്ധ്യാകിരണങ്ങൾ. സന്ധ്യാവചനങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫേസൂസുകാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 21-ാം തിരുവചനം. മിശിഹായോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിൻ. പൗലോസ് ശ്ലീഹ ഭാര്യാഭർത്താക്കന്മാരെ ഉപദേശിക്കുകയാണ്. പൗലോസ് ശ്ലീഹ ഭാര്യാഭർത്താക്കന്മാരെ ഉപദേശിക്കുമ്പോൾ ഭാര്യമാരോട് ഭർത്താക്കന്മാരോട് പ്രത്യേകമായി പറയുന്നുണ്ട്, ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാർ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഭാര്യമാരെ സ്നേഹിക്കണം. പക്ഷേ ഈ രണ്ട് കാര്യങ്ങളും ഭംഗിയായി ചെയ്യുന്നതിന് അടിസ്ഥാനപരമായ ഒരു കാര്യമാണ് 21-ാമത്തെ വചനത്തിൽ ശ്ലീഹ പറഞ്ഞു വയ്ക്കുന്നത്. അതാണ് മിശിഹായോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിൻ. ഭാര്യാഭർത്താക്കന്മാർ അന്യോന്യം വിധേയപ്പെടണം. അന്യോന്യം വിധേയപ്പെടേണ്ടത് പരസ്പരമുള്ള സ്നേഹത്തിലായിരിക്കണം. പരസ്പരമുള്ള സ്നേഹത്തിൽ വിധേയപ്പെടുമ്പോൾ അക്കാര്യത്തിൽ ഒരു സന്തോഷമുണ്ട്. ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യയ്ക്കും വിധേയപ്പെടേണ്ടത് അവർക്കിരുവർക്കും ഉള്ള സ്നേഹത്തിൽ മാത്രമല്ല, പിന്നെയോ അവർക്കിരുവർക്കും തങ്ങളെ കൂട്ടിച്ചേർത്ത ദൈവത്തോടുള്ള സ്നേഹത്തിലുമായിരിക്കണം. പ്രിയപ്പെട്ട സഹോദരരെ, നമ്മുടെ കുടുംബങ്ങളിലുള്ള പല പ്രശ്നങ്ങളും, പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പല പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള വഴി അവർ അന്യോന്യം സ്നേഹത്തിൽ വിധേയപ്പെടുക എന്നത് തന്നെയാണ്. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, കുടുംബത്തെ രൂപപ്പെടുത്തിയ അവിടുന്ന് ഭാര്യ ഭർത്താക്കന്മാരെ സ്നേഹത്തിൽ കാത്തുകൊള്ളണമേ. അങ്ങാണ് അവരെ കൂട്ടിച്ചേർത്തത് എന്ന ബോധ്യത്തോടെ പരസ്പരം സ്നേഹത്തിൽ എന്നും വിധേയപ്പെടാൻ അവരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ അമ്മേ മാറിയ ഔസേപ്പ് പിതാവേ, സകല വിശുദ്ധരെ മാലാഖമാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ.